നൊസ്റ്റാൾജിക് ആയിട്ടുള്ള ടി വി ഷോസ് എന്ന സീരീസിന്റെ 3-ാം ഭാഗമാണിത്. പണ്ട് സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് മലയാളം പരീക്ഷകളിൽ മറ്റൊന്നിനും ഉത്തരം അറിയില്ലെങ്കിലും പുരാണങ്ങളും മഹാഭാരതവും ഒക്കെ അടിസ്ഥാനമാക്കിയ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം എന്നും എൻ്റെ പക്കലുണ്ടായിരുന്നു. 2 വാക്യത്തിൽ ഉത്തരം എഴുതാൻ ചോദിക്കുമ്പോഴും 2 പേജ് തികച്ച് വലിച്ചുവാരി എഴുതി കൂട്ടിയത് പുരാണ കഥകളോട് തോന്നിയ ഇഷ്ടം കൊണ്ടും മറ്റു ചോദ്യങ്ങൾക്കുള്ള ഉത്തരം അറിയാത്തത് കൊണ്ടുമായിരുന്നു. കാര്യം അമ്മ കണ്ടിരുന്ന സകല സീരിയലിനോടും എനിക്ക് പുച്ഛമായിരുന്നെങ്കിലും ആ സീരിയലുകളിലൊന്നും തന്നെ 10-12 വർഷങ്ങൾക്കപ്പുറവും സ്വാധീനിക്കുമെന്നോ അതിനെക്കുറിച്ച് ഒരു റിവ്യൂ ചെയ്യുമെന്നോ സ്വപ്നത്തിൽ പോലും ഞാൻ കരുതിയിട്ടില്ല. അമ്മ വെച്ചൊരു സീരിയൽ ജീവിതത്തിൽ ആദ്യമായും അവസാനമായും മനസ്സ് നിറഞ്ഞ് ആകാംക്ഷയോടെ ഞാൻ കണ്ടിട്ടുണ്ടെങ്കിൽ മലയാളം പരീക്ഷകളിൽ ചോദിക്കുന്നിടത്തും ചോദിക്കാത്തിടത്തും ഒക്കെ കയറി പുരാണകഥ അന്തസ്സായി എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനെല്ലാം ഉപരി സൂര്യപുത്രൻ കർണനോട് എന്തെന്നില്ലാത്ത ബഹുമാനവും ആദരവും ഒക്കെ തോന്നിയിട്ടുണ്ടെങ്കിൽ അതിനെല്ലാം പിന്നിൽ 2013 അമാൻ ഖാൻ സംവിധാനം ചെയ്ത മഹാഭാരത് എന്ന TV സീരീസ് ആയിരിക്കും. ഗംഭീരമായ കാസ്റ്റിംഗ്സ് ഉള്ള ഒരു സീരീസ്, വന്നു കയറുന്ന ഓരോ ക്യാരക്ടേഴ്സിനും കൊടുത്തിരിക്കുന്ന ഇമ്പോർട്ടൻസ്, ഇത്രയും സ്ക്രീൻ പ്രസൻസും ഫിസിക്കും ലുക്കുമൊക്കെയുള്ള നടന്മാരും നടികളുമൊക്കെ ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രിയിൽ ഉണ്ടോ എന്ന് സംശയിച്ചു പോയ ഒരു സീരീസ്. കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്ന രീതികൾ കൊണ്ടും അവരുടെ അഭിനയം കൊണ്ടും കണ്ടു വളർന്ന കാണികളിൽ ഒരിക്കലും മറക്കാൻ സാധ്യതയില്ലാത്ത ഒരു പറ്റം നല്ല മുഹൂർത്തങ്ങളും ഈ സീരീസ് സമ്മാനിച്ചിട്ടുണ്ട്. എടുത്തു പറയേണ്ട മറ്റൊരു വിഭാഗം ഈ സീരീസിന്റെ മലയാളം ഡബ്ബിംഗ് ആയിരുന്നു. കൈരളി ചാനലൊക്കെ പണ്ട് പടച്ചു വിട്ടുകൊണ്ടിരുന്ന മലയാളം ഡബ്ബ് പോലെയൊന്നും ആയിരുന്നില്ല മഹാഭാരതത്തിന്റെ ഡബ്ബിങ്. ഹിന്ദിയിൽ ചെയ്തിരിക്കുന്ന ഒറിജിനൽ സീരീസിന്റെ ഡബ്ബിങ്ങിനോട് 100% നീതി പുലർത്തിയ ഡബ്ബിംഗ് ആയിരുന്നു മലയാളത്തിൽ ഈ സീരീസിന് ലഭിച്ചത്. ഇന്നും പറഞ്ഞു ഫലിപ്പിക്കാൻ പല പ്രമുഖ സംവിധായകരും വായിക്കുന്ന മഹാഭാരതത്തെ ഒരു പരിധിവരെ ഗംഭീരമായി ആവിഷ്കരിക്കാൻ ഡയറക്ടർ അമാൻ ഖാന് സാധിച്ചിട്ടുണ്ട്. പണ്ട് ഹോളിവുഡിൽ അഖിലസിന്റെയും ഹെർക്കുലീസിന്റെയും മരൂസിയുടെയും ഒക്കെ കഥകൾ തപ്പിപ്പോയപ്പോൾ ഞാൻ അറിഞ്ഞിരുന്നില്ല ഗ്രീക്ക് പുരാണങ്ങളെ വെല്ലുന്ന കഥകൾ നമുക്കുമുണ്ടെന്ന്. ഇന്നും ഹെർക്കുലീസ് പോലുള്ള സിനിമകൾ ഇന്ത്യൻ പുരാണങ്ങളെ അടിസ്ഥാനമാക്കിയിട്ട് ചെയ്യാൻ നമ്മുടെ ഫിലിം ഇൻഡസ്ട്രീസിന് കഴിയുന്നില്ല എന്നത് ഒരത്ഭുതമാണ്. മതത്തിനും വിശ്വാസങ്ങൾക്കും അപ്പുറം കർണനെ പോലുള്ള കഥാപാത്രങ്ങളെ ആദരവോടെ കാണുന്ന കോടിക്കണക്കിന് ജനങ്ങളുള്ള ഇന്ത്യയിൽ സൂര്യപുത്രൻ കർണന്റെയൊക്കെ കഥ ഒന്ന് ശക്തമായി പറഞ്ഞു വെച്ചാൽ അതിന് കിട്ടാൻ പോകുന്ന സ്വീകാര്യത നമുക്കൊന്ന് ഊഹിക്കാൻ പോലും കഴിയുകയില്ല. ബിലോ ആവറേജ് എന്ന് തോന്നിച്ച ഫസ്റ്റ് ഹാഫുമായിട്ട് കൽക്കി 2898 AD ഇത്രയും കോടികൾ വാരിക്കൂട്ടിയിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിലും ഇതേ പുരാണ കഥകളും അത് കേട്ടും വായിച്ചും വളർന്ന ഒരു തലമുറയുടെ വികാരവുമാണ്. ശരിതെറ്റുകളെക്കുറിച്ചും മനസാക്ഷിയെക്കുറിച്ചുമൊക്കെ പല കോണുകളിൽ നിന്നായി നോക്കിക്കണ്ട് അതിഗംഭീരമായി പറഞ്ഞു വെച്ച മഹാഭാരത് എന്ന സീരീസ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്.